അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള. സഹോദരന്മാരെ, നിങ്ങളെപ്പോഴെങ്കിലും മരണത്തെക്കുറിച്ചൊന്ന് ചിന്തിച്ചിട്ടുണ്ടോ? മരണം നമുക്കെല്ലാവർക്കും ഉണ്ടല്ലോ അല്ലേ? അള്ളാൻ്റെ റസൂല് പറഞ്ഞേ, ഒരു മനുഷ്യൻ ഇങ്ങനെ മരണത്തെക്കുറിച്ച് ഇങ്ങനെ ചിന്തിക്കണം. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞതാ, എപ്പോഴും മരണം എൻ്റെ അരികിലേക്ക് മലക്കുൽ മൗത്ത് അസ്റായിൽ വരുമല്ലോ, ഞാൻ മരിച്ചു പോകുമല്ലോ, എനിക്ക് മരണമെന്ന പ്രതിഭാസം ഉണ്ടല്ലോ എന്ന ചിന്ത നമുക്കെപ്പോഴും വേണം. ഞാൻ നിങ്ങളോടൊരു കാര്യം ചോദിക്കട്ടെ. എൻ്റെ വിഷയം ഇതൊന്നല്ല. ഞാൻ ഈ വിഷയത്തിലോട്ട് വരുന്നതിന് മുമ്പ് ഒരു കാര്യം നിങ്ങളോട് ചോദിക്കട്ടെ. നമ്മുടെ ലെഫ്റ്റും റൈറ്റും രണ്ട് മലക്കുകൾ അല്ലാഹു സംവിധാനിച്ച് വെച്ചിട്ടുണ്ട്. രണ്ട് ചുമരുമ്മൽ നമ്മൾ ലെഫ്റ്റും റൈറ്റും അല്ലാഹു രണ്ട് മലക്കുകളെ സംവിധാനിച്ച് വെച്ചിട്ടില്ലേ? അതിനെക്കുറിച്ച് നമ്മൾ ആരെങ്കിലും എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? ഇങ്ങനെ രണ്ട് മലക്കുകൾ നമ്മളെ പിന്തുടരുന്നുണ്ട്, നമ്മുടെ സകലമാന ചലനങ്ങളും അവർ എഴുതി വെക്കുന്നുണ്ട് എന്ന് നമ്മൾ ആരെങ്കിലും എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? നമ്മൾ ചിന്തിക്കാൻ സമയം അതിക്രമിച്ചു പോയിട്ടുണ്ട്. ആഖിറു സമാനിൻ്റെ കാലാണിത്. ഈമാന് കുറഞ്ഞ കാലാണ്. ഈമാന് മനുഷ്യന്മാർക്ക് വളരെ കുറവാണ്. ദുനിയാവിൻ്റെ പളപളപ്പ് കണ്ട് മനുഷ്യന്മാരിങ്ങനെ ഓടുക ദുനിയാവിൻ്റെ പിന്നാലെ, അള്ളാനെ മറന്നിട്ട്. മരണത്തെക്കുറിച്ച് നമ്മൾ വല്ലാതെ ചിന്തിക്കണം. കുല്ലു നഫ്സിൻ ദാഇഖത്തുൽ മൗത്ത് വ ഇന്നമാ തുവഫൗന ഉജൂറക്കും യൗമൽ ഖിയാമ. ഏത് ശരീരവും അത് മരണത്തെ രുചിക്കുക തന്നെ ചെയ്യും. മരണം രുചിച്ച് നോക്കാത്തൊരു ശരീരവും അള്ളാഹ് പടച്ചിട്ടില്ലല്ലോ. ഞാൻ ഇന്ന് വന്നത് മുഅ്മിനീങ്ങളെ, ഇവിടെ പൂക്കോട്ടുംപാടെന്ന സ്ഥലത്ത് രണ്ട് കുട്ടികൾ, തൻ്റെ അമ്മാവൻ്റെ നിക്കാഹിന് പോയ രണ്ട് കുട്ടികൾ, സുബ്ഹാനല്ലാഹ്, കോറിയിൽ വീണ് മരിച്ചു. അങ്ങനൊരു വാർത്ത കേൾക്കാൻ കഴിഞ്ഞ് ഒന്ന് ആലോചിച്ചു നോക്കി. ആ മാതാപിതാക്കൾക്ക് അല്ലാഹു ക്ഷമ കൊടുക്കട്ടെ. ഇങ്ങനെ ധൈര്യം ദിനേന പല കാരണങ്ങളാൽ പല വിധേന ഒരുപാട് ആളുകൾ മരണപ്പെട്ടു പോകുന്നു. പിഞ്ചു മക്കൾ മരണപ്പെട്ടു പോകുന്നു. ആക്സിഡൻറ്റുകൾ സംഭവിക്കുന്നു. അപ്പം നമ്മൾ അള്ളാഹ് എന്നുള്ളൊരു ചിന്തയിൽ നമ്മൾ ജീവിക്കുമ്പോൾ നമുക്ക് നമ്മുടെ ആഖിറം വെളിച്ചമാക്കാൻ പറ്റും. നമ്മുടെ ആഖിബത്ത് നന്നായി കിട്ടും. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ആഖിബത്ത് നന്നാക്കി തരട്ടെ. നമ്മുടെ ഈമാൻ അല്ലാഹു പൂർത്തിയാക്കി തരട്ടെ. ദീനിൻ്റെ ഖാദിമീങ്ങളിൽ അല്ലാഹു നമ്മെ ഉൾപ്പെടുത്തട്ടെ. ഇൻഷാ അല്ലാഹ് എല്ലാവരും ദുആ ഇറക്കുക. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.